ഹാപ്പിയായി ഇന്ന് മുമ്പ് ബാഡ് ബോയ്സ് അഭിനയിച്ചാണ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. എങ്ങനെയൊക്കെയാണോ റിപ്പോർട്ട് എങ്ങനെയാണ്? നല്ല റിപ്പോർട്ടാണ്. ഞാൻ സിദ്ധാർത്ഥ് ഭരത്തിൻ്റെയും ഗൗതമേനോട് ഒപ്പം അഭിനയിച്ചത്, ആ സീനാണ് അഭിനയിച്ചത്. നല്ല ടീമായി. തിയേറ്ററിൽ കാണിച്ചപ്പോൾ ഞാൻ കണ്ടു എനിക്കെന്നെ ചിരി പോകുന്നത് എൻ്റെ വേസ്റ്റ് കണ്ടപ്പോൾ. എന്തുകൊണ്ട് ആൾക്കാർ ചിരിക്കുന്നത് ഇപ്പോൾ മനസ്സിലായി. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു, നല്ല ടീമായിരുന്നു അവർ. എന്തായാലും ഗൗതമേനോടൊപ്പം ഒക്കെ അഭിനയിക്കാൻ പറ്റിയത്. ഗൗതമാസ്റ്റർ കാരോണിൽ കിട്ടിയാണ് ഫസ്റ്റ് പോയപ്പോൾ. ഇങ്ങനെ വരും വളരെ ഹാപ്പി. ഒരുപാട് അവസരങ്ങൾ വരുന്നു. ഇല്ല അങ്ങനെ ആക്ടിങ് ഇറങ്ങണമെന്നില്ല. ഇല്ലെങ്കിലും ഇത് പോപ്പുലാരിറ്റി കൊണ്ട് അഭിനയിച്ചാണ്. വിമർശകർക്കൊരു മറുപടിയാണ് അങ്ങനെ നടനിലേക്ക് പോകണമെന്ന്. അത് ഇത് എനിക്കും എന്നെ കണ്ടപ്പോൾ എനിക്ക് ചിരി വന്നു. എൻ്റെ വേസ്റ്റ് കണ്ടു പോയത് ആൾക്കാർക്ക് ചിരിക്കാനുള്ള കാരണം എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടെന്നുള്ള റിപ്പോർട്ട്. പടം നന്നായിട്ട് പോകുന്നുണ്ടോ? ബാഡ് ബോയ്സിനെ അഭിനയിച്ചിട്ടുണ്ട്. പടം അത്ര ഓടിയിട്ട് നന്നായി പോട്ടെ. മമ്മൂക്കയുടെ പടം എന്ന് പറയുമ്പോൾ വലിയ കോമ്പിനേഷൻ സീനൊന്നും ഇല്ല. സിദ്ധാർത്ഥ് ഭരതനും ഗൗതമേനും വളരെ സീരിയസ് ആയിട്ടുള്ള ആളാണ്. എനിക്ക് ഫസ്റ്റ് പോയപ്പോൾ കാരോണിൽ കിട്ടിയതാണ്. എന്തായാലും അണ്ണനെ കാണുമ്പോൾ ഭയങ്കര കയ്യടിയായിരുന്നു തിയേറ്റർ. കയ്യടിയാണല്ലേ? ബാഡ് ബോയ്സ് വന്നപ്പോൾ അതേപോലെ അണ്ണന് കണ്ട് ഞെട്ടിയോ? എന്നെ അവസാനം വിചാരിച്ചു എന്നെ മാറ്റിയിട്ട് നീ വിചാരിച്ച സീൻ ഉണ്ടാവില്ലെന്ന് വിചാരിച്ചു. കാരണം നമ്മൾ ഇടയ്ക്ക് പിൻവാങ്ങിയാണ്. ഞാൻ ചെയ്തൊരു മണ്ടത്തരമാണ്. ബസ്സിൽ നല്ല പടമായിട്ട് എനിക്ക് തോന്നിയത്. ബാഡ് ബോയ്സ് കാണാൻ അത്ര ഇഷ്ടപ്പെട്ടില്ല. എങ്ങനെയാണ് പൊതുവെ റിപ്പോർട്ട് എങ്ങനെയാണ് ബാഡ് ബോയ്സ് ബസ്സുക? കുഴപ്പമില്ല. ഫിക്സഡ് റിവ്യൂ ആണോ? ഫിക്സഡ് എന്ന് പറയാം, പല രീതിയിലാണ്. സബ്ജക്റ്റ് ആണ്, പക്ഷേ യാതൊരു ലാഗ് ഞാൻ കണ്ടില്ല. യാതൊരു ലാഗ് കണ്ടില്ല. വെറൈറ്റി സബ്ജക്റ്റ് ആണ്. സ്റ്റൈലിഷ് ആയിട്ട് മമ്മൂട്ടി കാണിച്ചിട്ടുണ്ട്. അതെ അതെ, നല്ല റിപ്പോർട്ടാണല്ലേ?